പാട്ട് പറ. അയ്യോ ഓഹോ ആശ്രയ ആൻഡ് ടീം വെൽക്കം ടു കല്യാൺ ജുവലേഴ്സ് പ്രസൻസ് സ്റ്റാർജ. രണ്ടെണ്ണം വിട്ട് ഇനി എത്ര ഇരിപ്പുണ്ട് കയ്യിൽ? യൂണിവേഴ്സ് ഇസ് വെരി ബിഗ്. യൂണിവേഴ്സ് ഇസ് വെരി ബിഗ് ബ്രോ ബിഗ് ഫാൻ ബ്രോ. ഇതേത് പാട്ട്? ജയ് ഹോ. പിന്നെ എടാ നിനക്ക് മഞ്ചാണോ വേണ്ടേ ഡയറി മിൽക്ക് ആണോ വേണ്ടെന്ന് ചോദിക്കും. ബ്രോ ഇപ്പൊ ഇരുന്നുണ്ടല്ലേ എല്ലാം എല്ലാം കണ്ടു. രാത്രി ഇങ്ങനെയായിരുന്നു കത്തിയിൽ വിജയ് പോണ അടിയിൽ പോയിരുന്നു. കണ്ണ് ഫുള്ള് നീരടിച്ചിരിക്കുന്നു ഇന്നലെ രാത്രി. ക്യാമറ സൂം ചെയ്തിട്ട് ക്യാമറ സൂം ചെയ്യൂ. എന്തൊക്കെ പഠിച്ചു വെച്ചേക്ക്. ബ്രോ എഴുതിയ പേപ്പർ നോക്കട്ടെ. വെള്ള പേപ്പർ ചുമ്മാ ഞാൻ ഇതൊക്കെ നോക്കി പറയാം. ഇടയ്ക്കിരുന്നിട്ട് എല്ലാരും കാണിക്കണ്ട് ഇങ്ങനെ മറിക്കും ഒന്നും ഇല്ലാത്ത. മോഡലിംഗ് ഒക്കെ താല്പര്യമുണ്ട് അല്ലേ? ഓ താല്പര്യമുണ്ട്. ഞാൻ പിന്നെ ഇതിലോട്ടായിട്ട് പോകാൻ പറ്റില്ല. അത് ഇഷ്ടപ്പെട്ടാ വാൾപേപ്പർ അടിച്ചോ? നമ്മൾ ചെയ്തൊരു കണ്ടന്റ് അത് കേരളം മൊത്തം പറഞ്ഞു നടക്കാന്ന് പറഞ്ഞാൽ അതിലൊരു ഫീൽ ഉണ്ടല്ലോ. പിന്നെ ഭയങ്കര സന്തോഷമാണ്. ഉണ്ടെന്ന് പറഞ്ഞത് അവൻ. അന്നദാനത്തിനെത്താനുള്ളവർ എന്താ ശരിക്കും ആൾക്കാർക്ക് വേണ്ടേ? ഹാപ്പിനെസ്. അതാണ് നിങ്ങൾ കൊടുക്കുന്നത്. നമ്മളിലൂടെ ചിരിക്കുന്നുണ്ടല്ലോ എന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം. Star Jam, presented by Kalyan Jewellers. Kalyan Jewellers Anokhi Uncut Collections. Anokhi Collections-le pastel stone jewelry series will go well with designer work. Sure item, ningalagum party-le star. വാഴ 2 ബോയ്സ്. ഹായ് എവരിവൺ. ഹായ്. ആശ്രയ ആൻഡ് ടീം അജിൻ, അലൻ, വിനായക്. വെൽക്കം ടു കല്യാൺ ജുവലേഴ്സ് പ്രസൻസ് സ്റ്റാർജ. ഇപ്പോൾ വാഴ 1-ന്റെ സമയത്ത് നിങ്ങൾ ചുമ്മാ വാ, സെറ്റിൽ വാ, അവിടെ വന്നിരുന്ന് ഇതൊക്കെ കണ്ട് പഠിക്കുക, നമുക്ക് പയ്യെ ഓരോന്ന് ചെയ്ത് നോക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ പോകുന്നത്. വാഴ 2-ല് പക്ഷെ നിങ്ങളാണ് ആ പടത്തിന്റെ ലീഡ് എന്ന് പറയുന്നത്. വാഴ 1 to വാഴ 2 ഇതിങ്ങനെ ആലോചിക്കും, ഡേ ഇതൊക്കെ ഉള്ളതാണേ അങ്ങനെ തോന്നുന്ന ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ട്. നമ്മള് എപ്പോഴും അല്ലേ നമ്മള് സംസാരിക്കാറുണ്ട്. വണ്ടി പോവുകയാണെങ്കിലും അല്ലാതെ ആണെങ്കിലും അതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്. അതായത് നമ്മൾ എങ്ങനെ ഇവിടെ എത്തി, നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ കുറച്ചു നേരം ഇരുന്നാൽ നിങ്ങൾ ആരും ഇല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഇവിടെ ഇരിക്കുന്നു അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എപ്പോഴും ഉള്ള കാര്യമാണ് അത്. അതായത് ആദ്യം എങ്ങനെയാണ് അവിടുന്ന് ഇവിടം വരെയുള്ള ആ യാത്ര നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട്. വല്ലപ്പോഴും പിന്നോട്ടൊക്കെ നോക്കുന്നത് നല്ലതാ. വാട്ട് നമ്മളുടെ വീഴ്ചയും താഴ്ചയൊക്കെ അറിയാൻ പറ്റും. അപ്പൊ നമ്മള് അഹന്തയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. ഇതൊക്കെ പെട്ടെന്ന് കിട്ടിയാണ് കേട്ടോ. സിനിമ ആഗ്രഹം ഉണ്ടായിരുന്നു അതോ കോണ്ടന്റ് ഒക്കെ ചെയ്തു തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ആ സിനിമ ആഗ്രഹം വന്നത്? ഓരോരുത്തരോട് പറയാം. അജിൻ ആദ്യം ഇല്ലായിരുന്നു, പിന്നെ നമ്മളൊരു ഇതായപ്പോഴത്തേക്ക് പിന്നെ അതിന് ശേഷമാണ് പിന്നെ ഉണ്ടായത്. ആദ്യം നമ്മൾ ടിക്ടോക്കും കാര്യങ്ങളൊക്കെ ചുമ്മാ ചെയ്യുമായിരുന്നു, രസത്തിന് വേണ്ടി ചെയ്യുമായിരുന്നു. സിനിമ ഒന്നുമില്ല, വെറുതെ രസത്തിന് വേണ്ടി കൂട്ടുകാർക്കിടയിൽ നടക്കുന്നു. പിന്നെ അതിന് ശേഷമാണ് കോണ്ടന്റ് ചെയ്തു തുടങ്ങി. അങ്ങനെയാണ് വെറുതെയൊക്കെ പറയെങ്കിലും സിനിമയിലൊക്കെ കയറണമെന്ന് വെറുതെ പണ്ട് പറയെങ്കിലും പക്ഷെ അതിന്റെ പറയാനൊന്നും പോയിട്ടില്ല ബ്രോ. കൂട്ടുകാർക്കിടയില് ഈ ചെയ്യുന്ന വീഡിയോസും ഈ സ്ലോ മോഷനിൽ നടത്തവും അതൊക്കെ അല്ലാണ്ട് എല്ലാം വെറുതെ പറയും. ഒരു സിനിമയിലൊക്കെ അഭിനയിക്കാൻ കിട്ടിയ എങ്ങനെയായിരിക്കും എന്നൊക്കെ ചുമ്മാ കൂട്ടുകാർക്കിടയിൽ പറയെങ്കിലും ഇതിനു വേണ്ടി അങ്ങനെ നടന്നിട്ടില്ല സത്യം പറഞ്ഞ. പിന്നെ ഈ കോണ്ടന്റ് ക്രിയേഷൻ ഇല്ലേ, അതിലോട്ടും എനിക്ക് പ്രോപ്പറായിട്ടൊരു ഐഡിയ ഇല്ലായിരുന്നു. ആശിറ ചെയ്തു തുടങ്ങിയപ്പോഴാണ് പിന്നെ ചെയ്യുന്നതിലെല്ലാം നമ്മൾ ഇറങ്ങുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ അത് ഞാനല്ല, അതിനാണ് ആശിറാണ് ആദ്യം ക്രിയേഷൻ കോണ്ടന്റ് ക്രിയേഷനിലോട്ട് വന്ന. പിന്നെ ഇൻഡിവിജ്വലി നമ്മൾ ഓരോ അക്കൗണ്ടിൽ ഇട്ട് തുടങ്ങി. പിന്നെ അത് തന്നെ നമ്മളുടെ ഇതായിട്ട് മുന്നോട്ട് പോയി. ഇത് തുടങ്ങിയ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു കാര്യമില്ലായിരുന്നു. അതായത് ആൾക്കാരിലേക്ക് നല്ല രീതിയിൽ എത്തുന്നു, അതായത് മോശമായിട്ടല്ല, ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നു അറിഞ്ഞപ്പം പിന്നെ ഈ പല സിനിമയിലുള്ള ആൾക്കാരായാലും ഇങ്ങനെ ആൾക്കാർ കാണാൻ തുടങ്ങി. അങ്ങനെ നമുക്ക് പറ്റുമെന്നൊരു തോന്നലൊക്കെ പിന്നെ അതിന് ശേഷമാണ് വന്നു തുടങ്ങിയത്. ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഇല്ലായിരുന്നു. വീഡിയോ ചെയ്തത് ജസ്റ്റ് ഒരു അടിപൊളി ഒരു സാധനം, ആ ചെയ്യുന്ന വീഡിയോ അടിപൊളിയാവണം, അതിനെ പറ്റിയുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. നാളെ ഒരു വീഡിയോ എടുക്കണം, നാളെ ഇതാണ് കണ്ടന്റ്, ഇങ്ങനെ പോട്ടെ, ഇവിടെ ചെയ്യിപ്പിക്കാം, അതിന്റെ ചിന്തകൾ മാത്രമേ. ആ ഒരു വേൾഡിൽ കിടന്നാണ് നമ്മൾ വളർന്നത്. പെട്ടെന്ന് ബിഗ് സ്ക്രീൻ സിനിമ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് പരിപാടി? പിന്നെ ഇഷ്ടപ്പെട്ടു. ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതിനുവേണ്ടി അങ്ങനെ കഷ്ടപ്പെട്ടിട്ടില്ല. ഈ വീഡിയോ ചെയ്ത് ഒരു ലെവൽ ആയതിനു ശേഷമാണ് ഒരു ഇതിലോട്ട് വന്നതും പിന്നെയാണ് ആ ഒരു കറക്റ്റ് ഒരു ആഗ്രഹം പിന്നെ ആ ഒരു വഴിയിലോട്ട് കറക്റ്റ് വന്നത്. വീഡിയോ ചെയ്യുന്നതിൽ ഒരു കഷ്ടപ്പാടുണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആഗ്രഹം ഉണ്ടായിരുന്നു, അതിനുശേഷം പഠിച്ചതിനൊക്കെ ശേഷമാണ് പിന്നെ വീഡിയോയിലോട്ട് വന്നതും
അതിനുശേഷം വീഡിയോ ചെയ്തിട്ട് പിന്നെ അവിടുന്ന് ഒരു ലെവൽ ആയതിനു ശേഷം പിന്നെ ആ ഒരു രീതിയിലോട്ട് പിന്നെ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ പിന്നെ എല്ലാ റീൽ ചെയ്തതായിരിക്കും അവിടുന്നാണ് പിന്നെ പറയാതിരി ബ്രോ കംപ്ലീറ്റ് അതെ അവൻ സംസാരിക്കണ. ഇപ്പൊ നിങ്ങൾ സിനിമാക്കാരായി മാറിയോ? അങ്ങനെ ചോദിച്ചാൽ എന്ത് പറയും? അങ്ങനെ ചോദിച്ചാ ഈ പടം കഴിഞ്ഞിട്ടല്ലേ കറക്റ്റ് അതെ അതെ സിനിമയിൽ അഭിനയിച്ചു, ഭാഗമാകാൻ കഴിഞ്ഞു. കറക്റ്റ് നമുക്ക് കുറച്ചുകൂടെ പോയാലേ ബ്രോ റിലീസ് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ അല്ലേ? നിങ്ങൾ മനസ്സുകൊണ്ട് നമുക്ക് സിനിമയിൽ ഇറങ്ങാൻ തീരുമാനിച്ചോ? ഇത് കഴിഞ്ഞിട്ട് ഇനി അപ്പൊ നമുക്ക് ഓക്കെ ആണെന്ന് ഈ പടം കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് മുന്നോട്ട്. സ്റ്റേജ് ഫിയർ ഉണ്ടെന്ന് ഇങ്ങനെ പറയാറുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാവും. പക്ഷെ ഇപ്പൊ ഇന്റർവ്യൂ കൊടുത്ത് ആദ്യം നിങ്ങൾ സ്റ്റേജിൽ അപ്പിയർ ചെയ്ത് മാതൃഭൂമിയുടെ പരിപാടിക്കാണോ? അല്ലല്ല, അതിപ്പം സ്റ്റേജ് ഫിയറിന്റെ കാര്യം പറയണമെങ്കിൽ ഇല്ല, പടക്കം അല്ലേ, അതായത് പടക്കം പേടിയുള്ളവന്റെ മുന്നിട്ട് ആറ്റം ബോംബ് വീണ്ടും ഇട്ട് പൊട്ടിച്ച്, അപ്പൊ അവന് പേടി മാറോ? ഇല്ല, നമുക്ക് അങ്ങനെയാണ്. അതായത് ആരായിട്ട് പൊട്ടിച്ച് അങ്ങനല്ല, അതായത് ഇപ്പൊ നമുക്കൊരു കാര്യം പേടിയുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ അത് മാറുന്നില്ല. അത് അതെനക്ക് തന്നെ ഇടപെടും. അതെ, അപ്പൊ സിനിമ ഒന്നുകൂടി എല്ലായിടത്തും ചെല്ലേണ്ടി വന്നില്ലേ? എന്നാലും നമ്മള് ഡീൽ ചെയ്ത് പോകും, കുഴപ്പമില്ല. പക്ഷെ അതിനോട് അത്ര താല്പര്യമില്ലെന്നേ ഉള്ളൂ. അതായത് ഇപ്പൊ നമ്മളൊരു പൊതു പരിപാടി പോകുമ്പോ നമ്മൾ അങ്ങനെ നിക്കുന്നത് ഇൻട്രോട്ട് അങ്ങനെ ആയോണ്ടാണെന്ന് തോന്നുന്നില്ല. അത് നമ്മൾ ഇൻട്രോട്ടാണോ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിച്ച ടൈമിൽ പുള്ളടുത്ത് ചോദിച്ചറിയാം, കാണിക്കാത്ത പരിപാടികളില്ല. നമ്മളെങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ഒട്ടും അറിയാനും വയ്യ. എങ്ങനെ എന്തായാലും പെട്ടെന്നൊരു ഇതങ്ങ് മാറി വേറൊരു ഇതിലോട്ടായി പോയി. ആ സമയത്ത് പഠിക്കുമ്പോ എല്ലാ പരിപാടിയും മറ്റേ ബസ്സിന്റെ മുന്നിലൊക്കെ ഇലയൊക്കെ വെച്ച് ഡാൻസ് കളിക്കുന്നത്. അതെ അതെ അതെ, അത് നിങ്ങൾ ഇപ്പോഴും ചെയ്യുന്നുണ്ടല്ലോ എല്ലാ പരിപാടിയും, വീഡിയോയിലെല്ലാം ചെയ്യും നമ്മൾ. അങ്ങനെയാണല്ലോ. അതായത് സദസ്സിലെത്തിയാൽ നമ്മളും ഇണ്ടാതെ. അല്ല, അതെന്ന് പറയുന്നത് അഭിനയിക്കുന്നതല്ല, കൂട്ടെല്ലാം കൂടെ ചാടി കളിക്കുന്നത് റീൽ എടുക്കുന്നില്ലേ, അതും ഇതും വ്യത്യാസമാണ്. ഇത് നമ്മള് അല്ലാതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയാം. ഇതിൽ 3 പേര് ഒരുമിച്ച് പഠിച്ചാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനും അജിനും 9ാം ക്ലാസ് തൊട്ട് പഠിച്ച്. അതെ അതെ അതെ, അതിന് +2 വരെ ഒരുമിച്ച്. അതിന് 2 കോളേജിലൊക്കെ മാറി തിരിഞ്ഞൊക്കെ വെച്ചു. വിനായക് +1 +2 ആണ് നിങ്ങളൊപ്പം വരുന്നത്. അതെ അതെ അതെ, ആ സമയത്തായിരുന്നു. അലൻ കോളേജിന് ശേഷമാണ് നമ്മള് വീഡിയോയുടെ അതിനുമ്പോ കമ്പനി ഉണ്ട്. ഓക്കെ, അപ്പം കോണ്ടന്റ് ആണ് നിങ്ങൾ ഒരുമിപ്പിച്ചത് പുള്ളി ചെയ്യുന്നത് കണ്ടിട്ട്. അതായത് താല്പര്യം, ആ കോണ്ടന്റ് മാത്രം ഒരു കാര്യം ചെയ്യാൻ സെയിം, അതായത് 4 പേർക്കും ഒരേ കാര്യത്തിനുള്ള താല്പര്യമാണ് അതിലോട്ട് എത്തിച്ചത്. ശരി, എന്തൊക്കെ പ്രിപ്പറേഷൻ ചെയ്തു ഈ റോളിന് വേണ്ടിട്ട്? അല്ല, പ്രിപ്പറേഷൻ മീൻസ് ചെയ്യേണ്ടി വന്നെന്ന് വെച്ചാൽ ഇത് സ്കൂൾ കാലഘട്ടത്തിന് വേണ്ടിട്ട് കുറച്ച് വെയിറ്റ് കുറച്ചോ വെയിറ്റ് കുറച്ച് കാണാൻ പറ്റില്ലല്ലോ, കേരളത്തിൽ തന്നെ ഇല്ലായിരുന്നു. തിയേറ്ററിൽ കാണുമ്പോൾ എനിക്ക് വലുതായിട്ട് കുറയ്ക്കേണ്ട മാറ്റം കിട്ടും പെട്ടെന്ന്. ഞാൻ വലുതായിട്ട് കുറയ്ക്കേണ്ടി വന്നില്ല. ഇവര് 3 പേരും കുറച്ച് വെയിറ്റ് കുറച്ച് ഫുഡിൽ കുറച്ച് കൺട്രോൾ ഒക്കെ. ജിമ്മിൽ പോയാ? എനിക്കൊന്ന് ആശർ സ്ഥിരം ജിമ്മിൽ പോണ്ടെന്നുള്ള. ഇല്ല, ഇതൊക്കെ ബ്രോ എങ്ങനെ അറിയുന്നത്? പിന്നെ അവൻ പോകുന്നില്ല എന്ന് പറയുകയും ചെയ്ത്. പോണുണ്ടെന്ന് ചോദിച്ചോണ്ട് പോണില്ലെന്ന് പറഞ്ഞു. ഇതെങ്ങനെ അറിയുന്നു ബ്രോ? ഇത് എങ്ങനെ റൂമർ അറിയുന്നത്? ശരി, ഇല്ലില്ല, ജിമ്മില് പോവും, ഇടയ്ക്ക് പോകും, നിർത്തും, അങ്ങനെ സീസണാ. ആണല്ലേ? സ്ഥിരം പോക്കില്ല, പോണം. ദൃശ്യം 3യുടെ കൂടെ ആയിരുന്നു റിലീസ് പറഞ്ഞിരുന്നത് അല്ലേ? ലാലേട്ടന്റെ കൂടെ ആയിരുന്നു. പക്ഷെ ലാലേട്ടൻ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചോ? ലാലേട്ടൻ നിങ്ങൾക്ക് വേണ്ടി വാഴ 2 വേണ്ടി ലാലേട്ടൻ റിലീസ് മാറ്റി വെച്ചു എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടാ. നമ്മളാരും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ബ്രോ ആണ് ഇതൊക്കെ പറയുന്നത്. നമ്മള് നിങ്ങളെ കൂടെ നിൽക്കുകയാണ്. ഈ പറയുന്നല്ലാതെ ഇവരൊക്കെയാണ്, നമ്മളൊന്നും മിണ്ടിയിട്ടില്ല. കൂടെ ആയിരുന്നപ്പോ, അതായത് ദൃശ്യത്തിന്റെ കൂടെ നമ്മളായപ്പോ ഭയങ്കര സന്തോഷം. ശരി, ദൃശ്യം മാറ്റി റിലീസ്. അപ്പൊ മാറ്റിയതിലാണോ നിങ്ങൾക്ക് സന്തോഷം, അതോ കൂടെ ആയിരുന്നെങ്കിലാണോ കൂടുതൽ? കൂടെ ആയിരുന്നെങ്കിൽ ആണോ? അതിന് നമ്മൾ ഇത്രയും നാളും ബിഗ് സ്ക്രീനിലും ടിവിയിലും കണ്ട ഒരു വ്യക്തിയോടെ നമ്മളും ഒരു സന്തോഷമല്ലേ ബ്രോ? അത് ഒരു എക്സൈറ്റ്മെന്റ്, ഹാപ്പിനെസ്, അത് എങ്ങനെ പറയണമെന്ന് അറിയാം. അപ്പൊ മാറ്റിയെന്ന് അറിഞ്ഞപ്പോ നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടായിരുന്നു തോന്നില്ല? ഇല്ല, അത് ഈ പറഞ്ഞ രീതിയിലാണ് ആ സന്തോഷം വന്നത്. ആ ശരി, 115 ദിവസമായിരുന്നു ഷൂട്ട്. ആണോ? എവിടെയായിരുന്നു ഷൂട്ട്? എങ്ങനെ ഉണ്ടായിരുന്നു? പരിപാടികളെ കുറിച്ച് പറയാം. എറണാകുളം അകത്ത് തന്നെ ഓരോ സ്ഥലങ്ങളിൽ. ആലുവ, പിന്നെ സ്കൂളിലായിരുന്നോ കൂടുതലും? സ്കൂള്, പിന്നെ അതിലൊരു ഭാഗം സ്കൂളില് ഇതുണ്ട്. അതെ അതെ, സ്കൂള്, പിന്നെ വീടിന്റെ പരിസരം, കവല, അങ്ങനെ അങ്ങനെ. എന്താ ആലോചിക്കുന്നത്? അല്ല, ഞാൻ അതാണ് പറഞ്ഞ. അവൻ പറയാണെന്ന്. അപ്പൊ അലൻ ഫസ്റ്റ് വീഡിയോയില് വന്നത്, പിന്നെ എടാ നിനക്ക് മഞ്ചാണോ വേണ്ടേ ഡയറി മിൽക്ക് ആണോ വേണ്ടെന്ന് ചോദിക്കും. എന്നിട്ട് ഇപ്പം പറയുന്നതിന്റെ ഓപ്പോസിറ്റ് കറക്റ്റ് ആണോ? അല്ലേ? ഡയലോഗ് വീഡിയോ. താങ്ക് യു. അപ്പൊ 2022-ലാണോ? 21 ലാസ്റ്റ്. അല്ലല്ല, 22 ലാസ്റ്റ് ഒക്കെ. ഞാൻ ജസ്റ്റ് ഓരോ രീതി സ്റ്റാർട്ട് ചെയ്ത് വെച്ചു, പിന്നെ ഓരോരുത്തർ വന്നു, അങ്ങനെ ചെയ്തു. പിന്നെ നമ്മളൊരു ടീം ആവണം എന്നുള്ളൊരു ഐഡിയ വന്നു. അങ്ങനെ ഒരു സൈഡിൽ ആശിറിന്റെ കോളേജ് സ്കൂൾ ഫ്രണ്ട്സിന്റെ കൂടെ സ്ലോ മോഷൻ വീഡിയോ അങ്ങനെ ചെയ്യുന്നു. ഒരു സൈഡിൽ ഞാൻ അല്ലാണ്ട് വേറെ ഒക്കെ ചെയ്യുന്നുണ്ട്. സ്ലോ മോഷൻ വീഡിയോ എടുത്ത് വെച്ചു. അപ്പൊ ഇവന്റെ മൈൻഡിൽ നേരത്തെ ഇതൊക്കെ ഉള്ള ആളാ, ക്രിയേഷനും കാര്യങ്ങളൊക്കെ ഉള്ള. അപ്പം എന്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടായി നമുക്കൊരു വീഡിയോ ചെയ്താലോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഒരുമിക്കുന്നത്. അജിൻ ഫസ്റ്റ് വരുന്ന വീഡിയോ
നമ്മൾ 4 പേര് ഒരുമിച്ച് വരുന്ന വീഡിയോ ബൈക്കിന്റെ വീഡിയോ ആണ്. അതിലാണ് ഞങ്ങൾ 4 പേരും ഒരുമിച്ച് വരുന്നത്. ഞാൻ ഈ ആശ്രയ എന്ന് പറഞ്ഞ പേജ് ഉണ്ടല്ലോ, അതാണല്ലോ ആദ്യം മെയിൻ ആയിട്ട് വന്നത് അല്ലേ? അപ്പൊ അതില് അജിൻ വരുന്നത് ഒരു കടയിൽ തുണി എടുക്കാൻ പോലെ, അതെ അതെ, ഇപ്പൊ തുണിക്കടക്കാരനായിട്ട് മഞ്ഞ ഷർട്ടും ചുവന്ന ഷർട്ടും കൊടുക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, അതിലല്ലേ അജിൻ ആദ്യമായിട്ട് വരുന്നത്. ആയിക്കോട്ടെ ബ്രോ ഇപ്പൊ കണ്ടല്ലേ എല്ലാം കണ്ടു, പഴയ വീഡിയോസ് എല്ലായിരുന്നു കണ്ട്. വാഴ 1 ഫസ്റ്റ് കരിക്ക് ടീമിനെ വിചാരിച്ചിരുന്നത്. നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ കരിക്കോ അല്ലെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾക്കാര്? നമ്മൾ ഒരുവിധമുള്ള എല്ലാ ആൾക്കാരെയും വീഡിയോസ് കാണാറുണ്ട്, യൂട്യൂബ് ആയാലും എല്ലാം. ആ സമയത്ത് തുടക്ക സമയത്ത് 2022 അല്ല വീഡിയോസ് എല്ലാരും കാണുമായിരുന്നു. പക്ഷെ മനസ്സിലായത് ഞാൻ മറുപടി കൊടുത്തതാ. നീ എന്റെ അടുത്ത് പോയി, നീ മറുപടി പറ. അല്ല വീഡിയോസ് അങ്ങനെ കാണുമായിരുന്നു. ഇന്ന വ്യക്തികളെ ഇന്ന അക്കൗണ്ടോ ഇൻസ്പയർ ചെയ്ത് തുടങ്ങിയല്ല, അവന്റെ ഇഷ്ടത്തിൽ. അതിനെ കറക്റ്റ് അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ നിന്നിട്ട് അതാണ് പറഞ്ഞത്, നമ്മളാ ചെയ്യുന്നത് വേറെ രീതിയായിരിക്കും. എഡിറ്റിംഗ് ആയാലും അതായാലും അതൊക്കെ നമ്മൾ തന്നെ കാണിച്ചു. അതുകൊണ്ടാണ് ബ്രോ അവിടെ ആൾക്കാർ കുറച്ച് റെക്കഗ്നൈസ് ചെയ്തത്, മനസ്സിലായ? വ്യത്യസ്തമായിട്ടുള്ള ഇത് വന്നുകൊണ്ട് കുറച്ച് ഡയലോഗും ഡെലിവറി ഇതൊക്കെ. സത്യം, എനിക്ക് നിങ്ങളുടെ സ്ലാങ് ആണ് ഏറ്റവും രസം, നിങ്ങൾ സംസാരിക്കുന്ന രീതി. അത് ചില സ്ഥലങ്ങളിൽ അത് മാറ്റി ചെയ്യാറുണ്ട്. സ്ഥിരം അത് വന്ന ആൾക്കാർക്ക് ചിലപ്പം ഇഷ്ടമല്ലേ? അതുകൊണ്ട് പല രീതിയിൽ മാറ്റി മാറ്റി ചെയ്യും. പിന്നെ എത്ര മാറ്റിയാലും ഒരേ കണക്കെ വരുന്നു. ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, നിങ്ങളിപ്പോ 4 പേരും ഉണ്ടെങ്കിൽ ഒരാൾ ഇങ്ങനെ ക്യാമറ പിടിച്ചിട്ടുണ്ടാവും. വളരെ സിമ്പിൾ ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒരു ക്യാമറ, എനിക്കൊന്ന് ആദ്യമൊന്നും മൈക്ക് ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ മൈക്കൊക്കെ ഉണ്ടോ? മൈക്കില്ലല്ലേ? ഇവിടെ വരുമ്പോഴാണ് ഇങ്ങനെ മൈക്ക് വയ്ക്കുന്നത്. ആണല്ലേ? പക്ഷെ അത് ഭയങ്കര പ്ലാനിങ് വേണ്ട അതിന്. ഒരാൾ ഷൂട്ട് ചെയ്യണം, മറ്റേ ആൾ അഭിനയിക്കുന്നു, മറ്റേ ആള് അഭിനയിക്കുമ്പോ ഇയാൾ ഷൂട്ട് ചെയ്യുന്നു. അത് നമ്മളേതായ അതാണ് നമ്മളിപ്പം വെളിയിൽ ഷൂട്ട് പോകുമ്പോൾ അവരുദ്ദേശിക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ വീഡിയോ എടുക്കുന്നത്. നമ്മൾ നമ്മളേതായ രീതിയുണ്ട് എടുക്കുന്ന ഇതായാലും. മെയിൻ ആയിട്ട് അതിൽ എന്താണോ ആവശ്യം അത് മാത്രമേ ശ്രദ്ധിക്കൂ. ഇപ്പൊ മൈക്ക് ഉണ്ടെങ്കിൽ, നല്ല ക്യാമറ ഉണ്ടെങ്കിൽ അടിപൊളി സാധനങ്ങൾ കിട്ടും. പക്ഷെ നമ്മൾ അതിൽ കുറച്ചും കൂടെ എന്താണോ നമുക്ക് ചിരിപ്പിക്കാനുള്ളത് അത് മാത്രം ശ്രദ്ധിക്കുകയാണ്. മൈക്കൊന്നും വേണ്ടാന്ന് വിചാരിച്ചാണോ? പിന്നെ നമ്മൾ ആ വോയിസ് ആൾക്കാർ കേട്ട ആ ഒരു ഇതായപ്പോ പിന്നെ മൈക്കിലൂടെ വരുന്ന അത്ര ഇത് കിട്ടില്ലെന്നറിയാം. അതാണ് ചില വർക്കുകളൊക്കെ നമ്മൾ ചെയ്തിടുമ്പം ആൾക്കാർക്ക് അത്ര കണ്ടന്റ് ഉണ്ടാക്കുന്നവരായിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ എന്താണോ കഴിവുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, പിന്നെ ആൾക്കാരിലേക്ക് എത്തിക്കുക. നിങ്ങൾക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം സ്ഥിരം അത് ചെയ്തുകൊണ്ടിരിക്കുക, നിർത്തി കളയരുത്. ആൾക്കാർ പലതും പറയും, അവർ പറയട്ടെ, അത് സൈഡിൽ നടന്നുകൊണ്ടിരുന്നോളും. നിങ്ങളെ കാര്യം മാത്രം നോക്കൂ. ഒരുത്തം വീഡിയോ മോഷ്ടിക്കാൻ നിന്നപ്പോഴാണ് ഇത് കേട്ടത്. അഷീർ പറഞ്ഞ പിന്നെ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രമേ ഇത് ഉപയോഗിക്കുക. ഓക്കെ, ശരി. എന്താ ശരിക്കും ആൾക്കാർക്ക് വേണ്ടേ? ഹാപ്പിനെസ്. അതാണ് നിങ്ങൾ കൊടുക്കുന്നത്. ആൾക്കാർക്ക് വേണ്ടതെന്ന് വെച്ചാൽ ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ? ചിരിക്കട്ടെ ആൾക്കാർ. ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ? അപ്പം നമ്മൾ ആ ചെയ്യുന്നത് ചിരിക്കാൻ, അവർ ചിരിക്കുന്ന അറിയുന്നോണ്ട് അതൊരു സന്തോഷമാണ് നമുക്ക്. അതെ, നമ്മളിലൂടെ ചിരിക്കുന്നുണ്ടല്ലോ എന്നറിയാം, സന്തോഷം. നിങ്ങൾക്ക് തോന്നുമോ ഇതില് ആൾക്കാർ ചിരിക്കും, ഈ പോയിന്റിൽ ചിരിക്കും എന്നൊക്കെ? അങ്ങനെ നമ്മൾ വിചാരിച്ചോടുത്ത് ചിരി വീഴുവോ അതോ? അത് ഒരുവിധം നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അത് ചില സമയങ്ങൾ ശരിയായി വരുന്നുണ്ട്, അല്ലാത്ത സമയത്ത് ചിലത് അങ്ങനെ പോകാറുണ്ട്. ഫസ്റ്റ് സാലറി സിനിമയില് വാഴ 1 തന്നെ. ഫസ്റ്റ് സാലറിയാ എത്രയെന്നാ പറയണ്ടെങ്കിൽ പറയണ്ട, പറയുന്നില്ല. ശരി. അടുത്ത സിനിമയിലേക്ക് നിങ്ങളെ വിളിക്കണം എന്നുണ്ടെങ്കിൽ ആരായിരിക്കും വിളിക്കാൻ പോണേ? അല്ല കംപ്ലീറ്റ് ആകട്ടെ. ഇപ്പൊ ഒരു പ്രൊഡക്ഷൻ കമ്പനിയെ കേൾക്കുന്നുണ്ട്, അവർക്ക് അറിയണല്ലോ. ആദ്യം അവരെ കൊണ്ടേ പറയിപ്പിക്കൂ. അവരൊരു നോക്കട്ടെ. നിങ്ങൾ പറ, നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങൾ പറ, അങ്ങനെയാണോ? ഇല്ല, അത് എല്ലാം പടം കഴിഞ്ഞിട്ട് എങ്ങനെ നോക്കിയിട്ട് ഇപ്പോഴേ പ്ലാൻ ഇല്ല. ശരി, എല്ലാവർക്കും നമുക്ക് ആദ്യം കിട്ടിയ സാലറി അതൊക്കെ അറിയാൻ ഭയങ്കര ആഗ്രഹമാണ്, മോട്ടിവേഷനാണ്. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് കൊളാബ് കിട്ടിയ ഒരു റെമ്യൂണറേഷൻ അല്ലെങ്കിൽ എമൗണ്ട് ചോദിച്ചാൽ പറയുമോ നിങ്ങൾ? നമ്മളായിട്ടൊരു വരുമാനം നമുക്ക് ഉണ്ടായിട്ട് ആ ഒരു പൈസ നമുക്ക് കിട്ടും, ഭയങ്കര സന്തോഷമാണ്. അതായത് നമ്മള് ഇത്രയും നാള് വീട്ടിൽ കൂടെ നിന്ന് ജീവിച്ചിട്ട് പെട്ടെന്ന് നമ്മളായിട്ടൊരു പൈസ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങാം, ആ ഒരു സന്തോഷം. നമ്മളെ ചെറിയ കാര്യങ്ങളൊക്കെ ഓരോ വീഡിയോ പറയും, അപ്പൊ അതിന്റെ നിങ്ങളുടെ ഇൻസ്പിറേഷൻ എന്താന്ന് പറഞ്ഞു. അപ്പൊ യൂണിവേഴ്സ് ഇസ് വെരി ബിഗ് അങ്ങനെ സാധനം ഉണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരും മറ്റേ രാത്രി ഇരുന്നുകൊണ്ട് ഓരോന്ന് പറയുന്നു, അതിന്റെ ഇൻസ്പിറേഷൻ എന്താ? അത് നമ്മൾ അതായത് എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, സഫ്വാൻ എന്ന് പറയുന്ന ആള്, ഗൾഫിലാണ്. നമ്മൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള കൂട്ടുകാരാണ്. അതായത് പിന്നെ അവൻ നമ്മളിപ്പോ എവിടെയെങ്കിലും പോകണമെങ്കിലും വിളിച്ച അപ്പം വിളിച്ച നമുക്ക് അവനെ വിളിക്കാൻ തോന്നും, വിളിച്ചാൽ അപ്പം ഇറങ്ങി വരും. അതുകൊണ്ട് അവനെ എവിടെ പോകാൻ നമുക്ക് വലിയ തോന്നൂല. ഇനി അവനെ എപ്പോഴെപ്പോഴും വിളിക്കണോ, ചിലപ്പോൾ അവൻ എന്തെങ്കിലും തോന്നിയാലോ. അങ്ങനെ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരനെ അവനും ഗൾഫിൽ പോയി. അവനും ഞാനും കൂടെ സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും, ഇത് എന്താണ് നടക്കുന്നത്, അതാണ് ഇതാണ്.
ഈ ലോകത്ത് എന്താണ് നമ്മൾ ഈ സൈഡിൽ കിടന്ന് നമ്മൾ ഇതൊക്കെ സംസാരിക്കുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ്, ഇതിങ്ങനെ ഉരുണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഇതൊക്കെ ആരെങ്കിലും അറിയുന്ന, ഇതൊക്കെ സംസാരിച്ചിട്ട് നമ്മൾ പിന്നെ വീണ്ടും ബാക്ക് ടു നോർമൽ ലൈഫ്. യൂണിവേഴ്സ് ഇസ് വെരി ബിഗ് എന്നല്ലേ? യൂണിവേഴ്സ് ഇസ് വെരി ബിഗ്. അതെ, യൂണിവേഴ്സ് ഇസ് വെരി ബിഗ്. സൂപ്പർ. വേറെ സാധനം മറ്റേ പടത്തിന്റെ ഡിസ്കഷൻ ഉണ്ടല്ലോ, ഒരു വർഷം എന്തോരം പടം ഇറങ്ങുന്നതെന്ന് പറഞ്ഞിട്ട് എക്സ്ചേഞ്ച് ചെയ്യണമെന്നിരിക്കുമ്പോ അതിന് ഇൻസ്പിറേഷൻ ഇത് അജിം പറയട്ടെ. ഞാൻ ഇല്ലായിരുന്നു ആ വീഡിയോ. എന്നാ ശരി, ഒന്ന് പറയിപ്പിക്കാൻ നോക്കിയപ്പോ കൊറേ നേരമായിട്ട് ഇങ്ങനെ ഇരിക്കുവോ? ഇതെല്ലാം കാണുക. ആ വീഡിയോയിൽ ഞാൻ ഇല്ലായിരുന്നു. അതിന്റെ ഇൻസ്പിറേഷൻ എന്തായിരുന്നു? പിന്നെ ഇൻസ്പിറേഷൻ അത് ഹാഷർ ഉണ്ടോന്ന് കണ്ടന്റ് എത്തി ഇറങ്ങി തിരിഞ്ഞു. ഓക്കെ, അല്ല നമ്മൾ സ്ഥിരം ഇതിനെ പറ്റി ഇങ്ങനെ സംസാരിക്കുന്നുണ്ടേ അത് ശ്രദ്ധിക്കാറില്ല, മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് കണ്ടന്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നോണ്ട് ചെയ്യും. അതെ, പുതുമയുള്ള ഒരു കാര്യമാണെങ്കിൽ അത് എങ്ങനെ വന്നു, അതാണ് കഥയെ പറ്റി ഇത് നമ്മള് ചോദിക്കണം. അതെ, അപ്പൊ അത് ക്ലിയർ. ഓക്കെ, ഇല്ല അത് എവിടുന്ന് അത് ക്ലിയർ ആയിരുന്നു. മുന്നേയുള്ള വിഷയം ഞാൻ അടുത്ത വിഷയത്തിലേക്ക്. ഓക്കെ, അതായത് അതിന്റെ ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ നമ്മൾ നോർമലി നമ്മളെ കൂട്ടുകാർ ചായ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്ന ഒരു വിഷയത്തിൽ ഒന്നാണ് സിനിമയെ പറ്റി. അതായത് നമ്മൾ നമ്മളെ കരിയറിനെ പറ്റി ചിന്തിക്കുന്നേ ഇല്ല, എന്താണ് അങ്ങോട്ട് ചെയ്യുന്ന, നാളെ ചിലപ്പോൾ വൻ വിഷയമായിരിക്കും, IMI അടയ്ക്കുന്ന ഡേറ്റ. പക്ഷെ നമ്മളിങ്ങനെ മറ്റുള്ള ലൈഫിൽ അവരെന്താ ശ്രദ്ധിക്കാത്തത്, അങ്ങനെ അതിലൊരു സിനിമാക്കാരെ പറ്റി നമ്മൾ പറയും, ആ സിനിമ നോക്കണ്ടായിരുന്നു, സെലക്ട് ചെയ്യുന്ന രീതി ശരിയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ അത് നോർമലി നമ്മൾ സംസാരിക്കുന്നതാണ്, അത് ഒരു റീലായിട്ട് വേറെ രീതിയിൽ വന്നു. നിങ്ങൾ ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ ഇരുന്ന് ഓരോരുത്തരും ഡയലോഗ് ഒക്കെ പറഞ്ഞ് കോൺട്രിബ്യൂട്ട് ചെയ്യും, അതോ ഇംപ്രൂവൈസ് ചെയ്യുന്നതാണോ? ഇപ്പൊ എന്റെ വീഡിയോ ആണെങ്കിൽ ഞാൻ ഒരു കണ്ടന്റ് ഞാൻ സെറ്റ് ചെയ്തിട്ട് റെഡി ആക്കിയിട്ട് ഞാൻ ഇവരുടെ അടുത്ത് പറയും, എന്നിട്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആ ഡയലോഗുകൾ ഓരോ വേണ്ടുള്ള കൊണ്ട് ചെയ്യിപ്പിക്കും. ഒരു ഡയലോഗ് പറഞ്ഞ് ചെയ്യിപ്പിച്ച് അങ്ങനെ ചെയ്യിപ്പിക്കുന്നതാണ്. ചിലപ്പോൾ ആ ടൈമിൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഡയലോഗ് അടിപൊളി വരുമായിരിക്കും, പിന്നെ ഒരു ഡയലോഗ് പറയാൻ വേണ്ടി മുന്നേ സെറ്റ് ചെയ്ത് വെച്ചേക്കും. ആ വീഡിയോയുടെ സമയത്ത് കേട്ടോ, അതിന് മുന്നേ അല്ല, ഒരു സ്ക്രിപ്റ്റ് രീതിയിലല്ല പോണം, ഒരു ഐഡിയ കൊടുക്കും, നീ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാനുള്ള, നീ അവിടെ ചെന്ന് കറങ്ങി ചെന്നിട്ട് അപ്പൊ കാണിക്കാനുള്ള നീ കാണിച്ചോണം. പിന്നെ കാണിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ എന്റെ വീഡിയോ ആണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും, എടാ ഇതും കൂടെ ഒന്ന് ചെയ്തേക്ക്, അപ്പൊ കുറച്ച് രസമായിരിക്കും. അപ്പൊ അത് കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഡയലോഗ് അവരവരുടേതായ രീതിയിലുള്ള കാര്യങ്ങളും അവരെ കയ്യിൽ നിന്ന് വരുന്ന അല്ലാത്ത ആക്ഷൻസ് അല്ലാതെയും വരും. ശരി, അപ്ഡേറ്റ് രാജ ഒരു വീഡിയോ ഉണ്ട്, അതിന് ഇൻസ്പിറേഷൻ ആരെങ്കിലും ഉണ്ടോ? ഇതാണ് ഇതിന്റെ ആൻസർ, ഈ സൈലൻസ്. അതെനിക്കറിയാം, സൈലൻസ് ഈസ് അതെനിക്ക്. പക്ഷെ നിങ്ങൾ രണ്ടെണ്ണം വിട്ടിങ് എത്ര ഇരിപ്പുണ്ട് കയ്യിലുണ്ട് സാധനങ്ങൾ. നമ്മള് ചെയ്തൊരു കണ്ടന്റ്, അത് വന്നൊരു ഡയലോഗ്, അത് കേരളം മൊത്തം പറഞ്ഞു നടക്കാന്ന് പറഞ്ഞാൽ അതിലൊരു ഫീൽ ഉണ്ടല്ലോ. പിന്നെ ഭയങ്കര സന്തോഷമാണ്. ഉണ്ടെന്ന് പറഞ്ഞതാ ഉത്സവത്തിന് ഇത് പറയുന്നത് അന്നദാനത്തിന്റെ സാധാരണ നമ്മൾ പഴയ സിനിമയിലെ ഡയലോഗ്, ലാലേട്ടന്റെ ഡയലോഗ് നമ്മൾ ജീവിതത്തിൽ പറഞ്ഞു നടക്കും. നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയ ഡയലോഗാണ് ജീവിതത്തിൽ പറഞ്ഞുകൊണ്ട് നടന്ന മലയാളികള്. എന്തൊക്കെയാണ് കൊച്ചു കേരളത്തില്? അന്ന് സിനിമയായിരുന്നു, ഇന്ന് ഒരുപാട് മേഖലയുള്ളതുകൊണ്ടാണ് ഈ ഡയലോഗ് കൂടെ കിട്ടിയത്. ഇത് ആ ഡയലോഗ് എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞു നടക്കാറുള്ള ഡയലോഗാണ് അത്? ആ ഡയലോഗ് വന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഞാനും ഇവനും കൂടെയാണ് ആ വീഡിയോ ചെയ്തത്. അപ്പൊ ഓരോ ഡയലോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആ സമയത്ത് വന്നതാണ്. ഇപ്പോഴെ തന്നെ നമ്മൾ സംസാരിക്കുന്ന ഇടയിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കാണുമായിരിക്കും, അത് നമ്മൾ പ്രിപ്പയർ ആക്കുന്നില്ലല്ലോ, ആ സമയത്ത് വരുന്നേ. അതേ കണക്ക് ആ ഒരു കണ്ടന്റിനെ ബേസ് ചെയ്തുള്ള ഡയലോഗുകൾ വന്നേ. മറ്റേ ബ്രേക്കപ്പ് ആയിട്ട് പാട്ട് പാടും, അത് അങ്ങനെ ഉണ്ടായതല്ല, അത് നോർമലി അതിൽ കുറച്ച് സാധനങ്ങൾ അല്ലാതെ ആഡ് ചെയ്തുണ്ടായിരുന്നു. അത് വാഴയുടെ പ്രൊമോഷൻ ചെയ്താണ്, അത് അറിയാതെ വാഴ കയറിയാണ് അത് വാഴ അറിയാതെ ഒന്നാണ്. അത് വെറുതെ നമ്മളിങ്ങനെ പാട്ട് പാടി നോക്കി. അല്ല, അത് ചെയ്തെന്ന് വെച്ചാൽ അത് പറഞ്ഞിട്ട് ഞാനങ്ങ് പാട്ട് പാടാൻ തുടങ്ങി. പിന്നെ അതിന്റെ ഇടയിൽ ഇവര് എനിക്ക് തരുന്ന മറുപടികൾ, ഞാൻ അവർക്ക് കൊടുക്കുന്ന മറുപടികൾ, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സീൻ അങ്ങ് പൊക്കി. ആ പാട്ടാണ് അവിടെ പാടാൻ പോകുന്നതെന്ന് അറിയായിരുന്നു. ഏതാണ് വേറെ പാട്ട്? ജയ് ഹോ. ഓഹോ, നമ്മൾ ആദ്യം ഒന്ന് നീ മനസ്സ് പറഞ്ഞ അങ്ങോട്ട് പാടെന്ന് പറയുന്നില്ല അവനോട്. ആദ്യം നമ്മൾ ട്രയൽസ് അടിച്ച് നോക്കും ഏത് പാട്ട് ഈ സിറ്റിന് ചേരും, എന്നിട്ട് പിന്നെ ചിലപ്പോ അവൻ പാടുന്ന ചിലപ്പോ വേറെ ആയിരിക്കും. അപ്പൊ അതാണ് പോയി അവിടെ. അവർ ഐ കോണ്ടാക്ട്, അവർ തമ്മിൽ ഐ കോണ്ടാക്ട്. അതാണ് ആള് പാട്ട് തെറ്റിച്ച് പാടി ആദ്യമേ. അതും തെറ്റിച്ച് പാടും, അതാണ് തെറ്റിച്ച് പാടുന്നതാണ് എനിക്ക് കണക്ട് ആയത്. അപ്പൊ നീ പാടിയത് എനിക്ക് തെറ്റി, മനസ്സിലായി? അത് ചെയ്തതും തെറ്റിച്ചങ്ങ. അതാണ് പുതിയ പരിപാടി. വേറെ ഏതെങ്കിലും നോർമൽ ആയിട്ടുള്ള ഒരു നല്ലൊരു പാടുന്ന പാട്ടാണ്. അവനോട് ഇന്റർവ്യൂവിൽ പാടുന്ന പാട്ടാണോ? അയ്യോ, അടുത്ത ചോദ്യം, ലാസ്റ്റ് പാടാം നമുക്ക്. ശരി, പുതിയ ഓഫറുകൾ വന്നോ? വിനായം പറ, പുതിയ പടത്തിന്റെ എക്സ്ക്ലൂസീവ്.
ഇത് ചെയ്യാ ലോക്ക് ചെയ്തത് ഇങ്ങനെ ലോക്കിയുമ്പോ താഴോട്ട് പോകും. അതിനേക്കാളും രസം വേറൊരെണ്ണം ഉണ്ട്. പുള്ളി ഡാൻസർ ആണോ അതാ ബ്രോ? അല്ല 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 മെയ് വഴക്കമുണ്ട്, അതാ മെയിൻ ആയിട്ട്. അതെ ഞാൻ ഡാൻസ് കളിച്ചില്ല. അല്ല നെയ് വഴക്ക് വന്നു. എന്താ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനോട് എന്താ പറയാനുള്ളത്? ഒരു സീൻ ചെയ്യണമെന്ന് വെച്ചോ, ഞാൻ ഇപ്പം ഡയറക്ടർ അടുത്ത് ചോദിക്കും ഇതിന് മുന്നേ ഉള്ള ഷോട്ട്, അതായത് ഇപ്പം നമ്മള് ഷൂട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ ഇന്ന് എടുക്കുന്നത് ചിലപ്പോൾ ലാസ്റ്റ് ആയിരിക്കും സിനിമയിൽ കാണുന്നത്. അപ്പൊ ഇതിന് ആ സംഭവത്തിന് മുന്നേ ഉള്ളത് എന്താണെന്ന് ഞാൻ ചോദിക്കും സീനില്. അപ്പൊ അതനുസരിച്ചായിരിക്കും ഞാൻ ചെയ്യേണ്ടത് അവിടെ. അത് ഞാൻ ചോദിക്കും. ഇത് തന്നെ ചോദിച്ചാ അല്ലല്ല അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ, അതായത് ഒരു ക്യാരക്ടർ എടുക്കുകയാണെങ്കിൽ ഇപ്പം ഹെൽപ്പ് ചെയ്യാനേ അല്ല, ഒരു ക്യാരക്ടർ ബ്രോ, അതിന് ആ ക്യാരക്ടർ ഇതിന് മുന്നേ എന്താണ് ചെയ്തിരുന്നത് അങ്ങനെ നോക്കി ചെയ്യുകയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആവും. സീനിലേക്ക് നമുക്ക് കടക്കാം. അതിനി അഭിനയിക്കുന്നവർക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞോളൂ. ബ്രോയ്ക്കും ഇപ്പം മനസ്സിലായോ? കുറച്ച് മനസ്സിലായി. അതൊരു ക്യാരക്ടർ ഞാൻ ചെയ്യുന്ന രീതിയാണ്, എല്ലാരും ഇങ്ങനെ ചെയ്യണമെന്നില്ല. ഞാൻ ഇപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഒരു ക്യാരക്ടർ ചെയ്യണമെങ്കിൽ ആ ക്യാരക്ടർ മുന്നേ എന്താണ് ചെയ്തതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് ചോദിക്കും. അപ്പൊ അതിലേക്ക് കടക്കും, സിറ്റുവേഷനിലേക്ക് എത്തും നമ്മള്. എന്റെ അടുത്തിരിക്കല്ലേ കേട്ടാ ഈ മൈക്രോ എക്സ്പ്രഷൻസ് ഒക്കെ ഇടുമല്ലോ, ക്യാമറ സൂം ചെയ്തിട്ട് കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ. ക്യാമറ സൂം ചെയ്യൂ? അറിയില്ല, എഴുതിയ പേപ്പർ നോക്കട്ടെ. വെള്ള പേപ്പർ ചുമ്മാ ഞാൻ ഇതൊക്കെ ഇടയ്ക്കിരുന്നിട്ട് എല്ലാരും കാണിക്കണ്ട് ഇങ്ങനെ മറിക്കും, ഒന്നും ഇല്ലാത്ത ഇത് വായിക്കാനില്ല ബ്രോ. അതല്ലേ തന്നതെന്ന്. നിങ്ങളെല്ലാരും ഭയങ്കര ആക്ടേഴ്സ് ആയിരുന്നോ, അത് ചെയ്ത് അങ്ങനെ ആയതാണോ? അമ്മൊക്കെ പറയുന്ന തേച്ച് മിനിക്കിയാൽ ഇനിയും മിനുങ്ങുമെന്ന് പറയുന്നത് ഇപ്പോഴും ഞങ്ങൾ കറക്റ്റ് ആയിട്ടില്ലെന്ന് തോന്നുന്നില്ലേ? നീ സെറ്റായി. ഞാൻ ഒരു ഫോട്ടോ കാണിക്കാം, ഇതാണെന്ന് പറയണം. ചിരിച്ചു എന്തിനും ചിരിക്കാതിരിക്കുന്നു. ഉണ്ടാക്കി ചിരിക്കാൻ അടുത്ത വരില്ല. ഇത് ഞാൻ ഇട്ടുണ്ട് അക്കൗണ്ട് ഇട്ടുണ്ട്. ഞാൻ അക്കൗണ്ടിൽ ഒന്നും കളഞ്ഞിട്ടില്ലേ? പിന്നെ അങ്ങനെയല്ല ബ്രോ, എന്റെ ഫേസ്ബുക്ക് ഇതിലൊക്കെ ഇട്ട സാധനങ്ങളൊന്നും കളഞ്ഞിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളല്ലേ, അതുകൊണ്ട് അത് അവിടെ തന്നെ ഇട്ടേ. ഇപ്പൊ ടിക്ടോക്ക് താല്പര്യമുണ്ട് അല്ലേ? ഓ താല്പര്യമുണ്ട്. ഞാൻ പിന്നെ ഇതിലോട്ടായിട്ട് പോകാൻ പറ്റിയില്ല. അടിപൊളി. ഇത് +2 ടൈം ആണോ? പിന്നെ അത് ഇഷ്ടപ്പെട്ടാ വാൾപേപ്പർ അടിച്ചോ? ശരി, വേറെ സെറ്റ് ഓഫ് ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ വാഴ 3യിലേക്ക് നമ്മൾ എടുക്കാന്ന് വിചാരിക്കാം. നിങ്ങൾ ആര് സജസ്റ്റ് ചെയ്യും? ഞാൻ പറയുന്ന അത് മറ്റേ കാസ്റ്റിംഗ് ഡയറക്ടർ രാജേഷ് ചേട്ടനായിട്ട് ഡിസ്കസ് ചെയ്യണം. അങ്ങനല്ല, അതിന് ബ്രോ ഭയങ്കര വലിയ ഘടകമാണ്. കാര്യം ആ സ്ക്രിപ്റ്റ് സെറ്റ് ആവണം, പിന്നെ ആ സ്ക്രിപ്റ്റിന് പറ്റിയ ക്യാരക്ടർ സെറ്റ് ആവണം, ആ ക്യാരക്ടർ ആരൊക്കെയാണ് അതൊക്കെ വലിയ പരിപാടിയാണ്. അത് കാസ്റ്റിംഗ് ഡയറക്ടർ നമ്മുടെ രാജേഷ് മാഷിയാണ്. കോണ്ടാക്ട് നമ്പറും തരാം ബ്രോ, ഒന്ന് വിളിച്ച് അന്വേഷിക്കും. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ ബ്രോ. താങ്ക് യു ബ്രോ, താങ്ക് യു. പിന്നെ വാഴ 2 സൂപ്പർ ഹിറ്റ് ആവട്ടെ. താങ്ക് യു. നിങ്ങൾ വിചാരിച്ച പോലെ പള്ളിയിലൊക്കെ ദുആ ചെയ്യുന്ന നീ ആമീൻ പറഞ്ഞു. എന്താ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറ. അല്ല, നീ ആഗ്രഹങ്ങൾ ഏതേലും ഒരു സാധനം കിട്ടി അത് ആഗ്രഹം എന്താണ് ഇപ്പൊ നമുക്കൊരു ഭാവി പരിപാടി പറ. ഭാവി പരിപാടിയായിട്ട് ഭാവി നല്ല ആവട്ടെ. ഇത് പടമായിട്ട് ബന്ധപ്പെട്ടുള്ള നല്ലൊരു നിലയിൽ എത്തട്ടെ എന്നൊരു ആഗ്രഹമുണ്ട്. അത് ഞാൻ മാത്രമല്ല, 4 പേര്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ബ്രോ. താങ്ക് യു. താങ്ക് യു.